ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടമാങ്ങ അച്ചാറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് 4 കപ്പ് അടമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം ഉപ്പിട്ടിട്ട് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. നല്ലോണം മാങ്ങ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു 2 വർഷം വരെയെങ്കിലും ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് അച്ചാറിടാവുന്നതാണ്. പിന്നെ ഈ മാങ്ങ ഇത്രയ്ക്ക് കറുപ്പ് കളറായിട്ടുള്ളത് ഇത് നല്ലോണം ഉണങ്ങിയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാങ്ങ ഞാൻ 1 മണിക്കൂർ നേരം വെള്ളത്തിൽ വെച്ചിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാങ്ങയുടെ ഉപ്പൊന്ന് കുറഞ്ഞ് കിട്ടും. മാത്രമല്ല പിന്നെ അതിൻ്റെ ഡ്രൈനെസ് മാറിയിട്ട് മാങ്ങ ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ മസാലയൊക്കെ നല്ലോണം പിടിക്കും. ഞാനിവിടെ ഒരു പാനിൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അച്ചാറിടുമ്പോൾ എപ്പോഴും നല്ലെണ്ണ യൂസ് ചെയ്യാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നോട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കടുകും ഉലുവൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി 1 കപ്പ് അളവിൽ വേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുത്ത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം പച്ചമണം മാറിയിട്ട് നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഈ മസാല ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഒരല്പം വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാങ്ങയിൽ ഉപ്പുണ്ടായതുകൊണ്ട് ഇതിലധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊരു തിള വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസ് വേണ്ടി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബായ്.